ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഗുഡ് മോർണിംഗ് മെസ്സേജാണ്. എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു. എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. എല്ലാവരോടും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോ ആണ്, ജെൻഡർലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. നമുക്ക് നോക്കാം ഇന്നത്തെ സന്തോഷങ്ങൾ എന്താണ്, ഇന്ന് എന്തൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്ന് നമുക്ക് നോക്കാം. നയൻ ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്. വളരെ നല്ല എനർജിയാണ്, വളരെ വളരെ സന്തോഷം തരുന്ന എനർജിയാണ്. കാരണം നിങ്ങളിലേക്ക് സാമ്പത്തികം വന്നു ചേരുന്നു എന്നുള്ളതാണ്. ഇവിടെ കാത്തിരിപ്പുണ്ട്. ഇത് വന്നു ചേരുമോ ഇല്ലയോ എന്നറിയാനുള്ള കാത്തിരിപ്പുണ്ടായിരുന്നു. പക്ഷെ ആ കാത്തിരിപ്പ് ഇവിടെ സഫലമാവുകയാണ് ചെയ്യുന്നത്. ഏതെങ്കിലും വിധത്തിൽ നിങ്ങളിലേക്ക് ഇന്ന് സാമ്പത്തികം വന്നു ചേരാനുള്ള എനർജിയാണ്. അത് ചിലപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടാവാം, ചിലപ്പോൾ നിങ്ങൾ വരുന്നു എന്ന് കരുതി കാത്തിരിക്കുന്നതാവാം. അതുമല്ല എങ്കിൽ നിങ്ങൾ അതിനായിട്ട് എഫേർട്ട് എടുത്തിട്ടുണ്ടാവണം. എന്തൊക്കെയോ ചില സാഹചര്യങ്ങൾ നിങ്ങളിലേക്ക് വരുന്നതായിട്ടും കാണുന്നുണ്ട്. ചിലപ്പോൾ ചില വ്യക്തികൾ നിങ്ങൾക്ക് സഹായം തരുന്നതാവാം. അതുമല്ല എങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ലോണിന് അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അത് കിട്ടാം. ഇനി അതുമല്ല എങ്കിൽ നിങ്ങൾക്ക് പുതിയ ജോലിയിലേക്ക് പോകാം, ഏതെങ്കിലും തരത്തിലുള്ള ബിസിനസ് സ്ഥാപനങ്ങൾ തുടങ്ങാനാവാം. അതുമല്ല എങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ വിവാഹമാകാം. എങ്ങനെയായാലും നിങ്ങൾക്ക് ഇവിടെ സന്തോഷം അനുഭവിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഈ ഒരു നയൻ ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയിൽ ഒരുപാട് പേർ നിങ്ങളോട് ഒത്തുചേരുന്നുണ്ട്. നിങ്ങൾക്കൊരു നല്ല മാറ്റം ഇവിടെ കൊണ്ടുവരുന്നുണ്ട്. സമാധാന, ശാന്തി, ഇതൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സന്തോഷം നിങ്ങൾക്ക് കുറച്ചു കാലം നിലനിൽക്കുന്നതായിരിക്കും എന്നിവിടെ കാണുന്നുണ്ട്. അടുത്തായിട്ട് എന്താണെന്ന് നോക്കാം. ഇവിടെ 6 ഓഫ് വാൻസിന്റെ എനർജിയാണ്. ഇത് വളരെ സൂപ്പർ പോസിറ്റീവ് എനർജിയാണ്. കണ്ടില്ലേ, ഇവിടെ വളരെയധികം ഉയരത്തിലിരിക്കാൻ സാധിക്കുന്ന നിങ്ങൾക്ക്, മറ്റുള്ളവർക്ക് നോക്കിയാൽ പോലും കാണാൻ കഴിയാത്ത വിധമാണ് നിങ്ങളുടെ ഉയർച്ച. മറ്റുള്ളവർക്ക് എത്തപ്പെടാൻ കഴിയാത്ത വിധം നിങ്ങൾ ഇവിടെ ഉയരത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ് കാണുന്നത്. കാരണം നിങ്ങൾ ഇവിടെ പരിശ്രമിച്ചിട്ടുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് നല്ല ഒരു സക്സസ് നേടാൻ കഴിയുന്നു എന്നുള്ളതാണ്. 6 ഓഫ് വാൻസ് എന്ന് പറയുമ്പോൾ എല്ലാ കാര്യങ്ങളിലും സക്സസ് ആണ്. സർവ്വ കാര്യങ്ങളിലും ഒരു വിജയം നിങ്ങൾക്ക് ഇവിടെ നേടാൻ കഴിയുന്നു. ചിലപ്പോൾ പുതിയ ജോലിയാവാം, ഇനി അതുമല്ല എങ്കിൽ ജോലിയിൽ ഒരു പ്രൊമോഷൻ ആവാം. നിങ്ങൾ ഉൾപ്പെടുന്ന സമൂഹത്തിൽ നിങ്ങൾ ഉൾപ്പെടുന്ന പല കാര്യങ്ങളിലും നിങ്ങൾക്കൊരു സക്സസ് വന്നു ചേരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതോടുകൂടി നിങ്ങളുടെ പേഴ്സണാലിറ്റിയിൽ ഒരുപാട് മാറ്റം വരുന്നുണ്ട്. മറ്റുള്ളവർ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു എനർജി നിങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു തേജസ് നിങ്ങളിലേക്ക് വരുന്നുണ്ട്. ദൈവാനുഗ്രഹം നിങ്ങളിലേക്ക് കൂടുതലായിട്ടും വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. കണ്ടില്ലേ, ഇവിടെ നിന്ന് താഴെ നിന്ന് നോക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ മുഖം ഒന്ന് ശരിക്കും കാണാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് നിങ്ങളെ അപ്രാപ്യമാകുന്ന ഒരു എനർജിയിലേക്ക് നിങ്ങൾക്ക് ഇവിടെ ഉയർച്ച വരുന്നു എന്നുള്ളതാണ് കാണുന്നത്. ഈ ഉയർച്ചയിൽ ഒരുപാട് പേർ സന്തോഷിക്കുന്നു. ഡിവൈൻ ബ്ലെസ്സിങ്സ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ഒരുപാട് പേർ സന്തോഷിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരുപാട് പേർ അസൂയപ്പെടുന്നതായിട്ടും കാണുന്നു. ഇവിടെയോ 3 ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്. 3 ഓഫ് പെന്റക്കിൾസ് എന്ന് പറയുമ്പോൾ ഇവിടെ 2-3 പേർ കൂട്ടം കൂടി ചേർന്നിട്ട് പല കാര്യങ്ങളിലേക്ക് മുന്നിട്ടിറങ്ങുന്ന എനർജിയാണ്. കണ്ടില്ലേ, അങ്ങനെ ഇവിടെ പെന്റക്കിൾ നേടാനുള്ള ശ്രമത്തിലാണെന്ന് കാണുന്നുണ്ട്. ഓരോരുത്തരും മുൻപോട്ട് പോവുകയാണ്, എനിക്കിത് നേടിയെടുക്കണം എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ ദിവസവും നിങ്ങളിലേക്ക് സാമ്പത്തികം വരുന്ന എനർജിയാണ് ഉള്ളത്. പെന്റക്കിൾ എർത്ത് സൈനാണ്, ടോറസ്, വർഗ, ക്യാപ്രിക്കോൺ എനർജി. ഇനി എൻ്റെ സ്വരം, ഇന്നലെ ഒരാൾ പറയുന്ന എൻ്റെ ശബ്ദം റീഡിംഗ് ഒക്കെ കൊള്ളാം, പക്ഷെ എന്തുവാ കൈനോട്ടക്കാർ പറയുന്ന പോലെയാണ്. കൈനോട്ടക്കാരെങ്ങനെയാ പറയുന്നതെന്ന് എനിക്കറിഞ്ഞുകൂടാ. ഞാൻ ആരുടെ മുൻപിൽ കൈ നോക്കിച്ചിട്ടില്ല. അപ്പം അത് അവരുടെ ശൈലി എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. എൻ്റെ ശൈലിയാണ് ഞാൻ ഈ പറയുന്നത്. ഇതെനിക്ക് മാറ്റാൻ പറ്റില്ല. മനസ്സിലായോ? അതുപോലെ മനസ്സിലായെന്നുള്ള ഇടയ്ക്കുള്ള ചോദ്യവും എനിക്ക് മാറ്റാൻ പറ്റുന്നില്ല. പല തവണ വിചാരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് എല്ലാവരും സദയം ക്ഷമിക്കുക. അപ്പോൾ 3 ഓഫ് പെന്റക്കിൾസ് കണ്ടില്ല, സാമ്പത്തികം നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളത് കാണുന്നുണ്ട്. അപ്പോൾ ഈ സാമ്പത്തികത്തിന് വേണ്ടി നിങ്ങളിവിടെ പരിശ്രമിക്കുകയാണ്.
കണ്ടില്ലേ, ഒരുപാട് 2-3 പേർ കൂടി ചേർന്ന് പരിശ്രമിക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾ ഏതെങ്കിലും വീട്ടിൽ ഊണ് പോലെയുള്ള ചില ഭക്ഷണ സാധനങ്ങളുടെ തയ്യാറെടുപ്പിലാവാം, അതുവഴി നിങ്ങൾക്ക് അതിൻ്റെ വിതരണത്തിലൊക്കെ നിങ്ങൾക്ക് സാമ്പത്തികം നേടാൻ സാധിക്കുന്നു. അതുപോലെ വീട്ടിൽ എന്തെങ്കിലും പലഹാരങ്ങൾ ഉണ്ടാക്കി വിൽക്കുന്ന എനർജി ആവാം, അതുവഴി നിങ്ങൾക്ക് സാമ്പത്തികം വന്നു ചേരുന്ന എനർജി. ഇതൊക്കെ ഒറ്റയ്ക്ക് ഒരാൾ വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. അങ്ങനെ 2-3 പേർ കൂടി ചേർന്നിട്ട് എന്തൊക്കെയോ ഇവിടെ തീരുമാനമെടുക്കുന്നുണ്ട് മുന്നോട്ട് വരുമാന മാർഗം വർദ്ധിപ്പിക്കാനായിട്ട്. അത്തരത്തിലുള്ള എനർജിയിലേക്ക് ഇവിടെ നിങ്ങൾ നീങ്ങുന്നു, അല്ലെങ്കിൽ നിങ്ങൾ അതിനുവേണ്ടി പ്ലാൻ ചെയ്യുന്നു, അതിലേക്ക് ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നു എന്നാണ് ഇവിടെ കാണുന്നത്. അതുവഴി നിങ്ങളിലേക്ക് ഐശ്വര്യം വരുന്നുണ്ട്, സമൃദ്ധി വരുന്നുണ്ട്. കണ്ടില്ലേ, കുറച്ചൊക്കെ നിങ്ങൾക്ക് ഇത് നേടാൻ കഴിയുന്നു എന്നുള്ളതാണ് കാണുന്നത്. അങ്ങനെ ഒരു പ്രവൃത്തിയിലേക്ക് നിങ്ങൾ ഇറങ്ങി പുറപ്പെടുന്നു. അതിൽ നിങ്ങൾ വലിയ പരാജയമൊന്നുമല്ല, കുറച്ചൊക്കെ നിങ്ങൾക്ക് മണി ഏൺ ചെയ്യാൻ സാധിക്കുന്നു എന്ന് നമ്മൾ ഇവിടെ കാണുന്നുണ്ട്. അതാണ് ഇവിടെ വിരിഞ്ഞ പുഷ്പങ്ങളെ കാണിച്ചിരിക്കുന്നുണ്ടല്ലേ. ഈ പുഷ്പങ്ങൾ ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്നത് തന്നെ എന്താണ്, സന്തോഷത്തിൻ്റെതായ ഒരു പ്രതീകമല്ലേ. അപ്പോൾ നിങ്ങളിലേക്ക് ഈ ഒരു പ്രവൃത്തി നിങ്ങൾ തുടങ്ങിയതിന് ശേഷം നിങ്ങൾക്ക് കുറച്ചൊക്കെ സന്തോഷം വരുന്നു എന്നാണ് കാണുന്നത്. ഇവിടെ 6 ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ് സാമ്പത്തികപരമായിട്ട്. കണ്ടില്ലേ, വരുമാന വർധനവ് വരുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് കഴിക്കാൻ പറ്റും, മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റും. അങ്ങനെയാണ് ഇവിടെ. മറ്റുള്ളവർക്ക് പലരും വിചാരിക്കുന്നുണ്ടാവാം സാമ്പത്തികപരമായിട്ട് കുറച്ചൊന്ന് വർധനവ് വന്നിരുന്നുവെങ്കിൽ ആരെയെങ്കിലും കൂടെ കൊടുത്ത് സഹായിക്കാമായിരുന്നു എന്ന്. പക്ഷെ ഈ ഒരു സമയത്ത് നിങ്ങളിലേക്ക് അത്തരത്തിലുള്ള എനർജി വരുന്നുണ്ട്. സാമ്പത്തികപരമായിട്ട് നിങ്ങൾക്ക് ഉയർച്ചയിലേക്ക് പോകാൻ സാധിക്കുന്നു. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ഇവിടെ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് എന്താണോ അത് നിങ്ങൾക്ക് വാങ്ങിച്ച് കഴിക്കാനും ഒക്കെ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് അഭിവൃദ്ധി ഉണ്ടാവുന്നു എന്നുള്ളതാണ്. എന്തിൻ്റെ അഭിവൃദ്ധിയാണ്? സമ്പത്തിൻ്റെതായ അഭിവൃദ്ധി ഉണ്ടാവുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ സാമ്പത്തികപരമായ അഭിവൃദ്ധിയിലേക്ക് നിങ്ങൾക്ക് ഇവിടെ നീങ്ങാൻ കഴിയുന്നു എന്ന് വേണമെങ്കിൽ നമുക്കിവിടെ പറയാം. അടുത്തതായിട്ട് സ്ട്രെങ്ത് ആണ് വന്നിരിക്കുന്നത്. സ്ട്രെങ്ത് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു സമയം നിങ്ങൾ കുറച്ച് ഇപ്പോൾ സാമ്പത്തികപരമായ അഭിവൃദ്ധി നിങ്ങളിലേക്ക് വർദ്ധിച്ചു വരുന്നു, വരുമാന മാർഗത്തിന് വേണ്ടി നിങ്ങൾ ഇവിടെ ശ്രമിക്കുന്നു. അങ്ങനെയൊക്കെ വരുമ്പോൾ തന്നെ നിങ്ങൾ കുറച്ചുകൂടി പവർഫുള്ളായി മുന്നോട്ട് പോകേണ്ടത് അത്യാവശ്യ കാര്യമാണ്. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ മറ്റുള്ളവരോട് സ്നേഹത്തോടും ക്ഷമയോടും ദയയോടും ഒക്കെ കൂടി പെരുമാറേണ്ടത് അത്യാവശ്യ കാര്യമാണെന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കുറച്ച് ദയ അല്ലെങ്കിൽ ക്ഷമ ശീലിക്കാൻ പഠിച്ചാൽ തന്നെയും നിങ്ങളിലേക്ക് അഭിവൃദ്ധി വന്നു ചേരും. മറ്റുള്ളവരുടെ സ്നേഹം നിങ്ങൾക്ക് കൂടുതലായിട്ട് ലഭിക്കും. ഒന്ന് വിനയം കാണിക്കുക, അതോടുകൂടി മറ്റുള്ളവർ നിങ്ങളെ ഇഷ്ടപ്പെടാൻ തുടങ്ങും. നിങ്ങളൊരു ബിസിനസ്സിലൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം, അല്ലെങ്കിൽ അതിലൂടെ മുന്നോട്ട് വരാൻ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം. അപ്പൊ അങ്ങനെ വന്നാൽ തന്നെ നിങ്ങളുടെ കസ്റ്റമേഴ്സിനോടൊക്കെ വളരെയധികം സ്നേഹത്തോടുകൂടി പെരുമാറേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. ആരോടെങ്കിലും ഒരാളിനോട് നിങ്ങൾ എതിർത്ത് സംസാരിക്കുക, അല്ലെങ്കിൽ കുറച്ചൊന്ന് ഉറക്ക സംസാരിച്ചാൽ പോലും അവർക്കത് ഇഷ്ടപ്പെടാതെ വരും. അതുകൊണ്ട് കുറച്ച് നല്ല മര്യാദയോടുകൂടി, നല്ല വിനയത്തോടുകൂടി, ഒത്തിരി സ്നേഹത്തോടുകൂടിയും വേണം നിങ്ങൾക്ക് മറ്റുള്ളവരോട് പെരുമാറാൻ. അങ്ങനെ വരുമ്പോൾ അവർക്ക് നിങ്ങളോട് ഒത്തിരി സ്നേഹം വർദ്ധിച്ചു വരികയും നിങ്ങളോട് റെസ്പെക്റ്റ് വർദ്ധിക്കുകയും ചെയ്യുന്ന ഒരു സമയത്തേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സാമ്പത്തികം കയ്യിലൊതുക്കാൻ സാധിക്കും. മറ്റുള്ള ഒരുപാട് ആൾക്കാരെ നിങ്ങളുടെ വശത്തേക്ക് ആകർഷിച്ചു വരുത്താനും നിങ്ങളെ കൊണ്ട് സാധിക്കുന്നു. അബണ്ടൻസ് കണ്ടില്ലേ, നിങ്ങളിലേക്ക് അബണ്ടൻസ് വരുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിന് തന്നെ നല്ല മാറ്റം വരാൻ പോകുന്നു എന്നുള്ളത് ഇവിടെ കാണുന്നുണ്ട്. ഈ ഒരു സമയത്ത് നിങ്ങൾ വിചാരിക്കുന്നതിലപ്പുറത്തായിട്ട് പല കാര്യങ്ങളെയും ഓവർകം ചെയ്ത് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. ഇതിനിടയിൽ നിങ്ങളൊരു ബിസിനസ്സിലൊക്കെ ഇടപെട്ട് കഴിയുമ്പോൾ, അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ, നിങ്ങൾക്കൊരു സക്സസ് ആണെന്ന് കാണുമ്പോൾ ഒരുപാട് അസൂയാലുക്കളും നിങ്ങൾക്കെതിരെ വെല്ലുവിളികള് പ്രതിസന്ധികളൊക്കെ ഉണ്ടാവാം. ഇതിനെയൊക്കെ മറികടന്ന് നിങ്ങൾക്ക് പോകാൻ സാധിക്കും. ദൈവികമായ അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാവുന്നതാണ്. നിങ്ങളിലേക്ക് അബണ്ടൻസ് വന്നു ചേരാനുള്ള സമയമായിരിക്കുന്നു.
ഒരുപാട് നല്ല മാറ്റങ്ങൾ നിങ്ങളിലേക്ക് വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അടുത്തായിട്ട് വന്നിരിക്കുന്ന 4 ഓഫ് കപ്സിന്റെ എനർജിയാണ്. എന്തൊക്കെ കിട്ടിയാലും ചിലർക്ക് കണ്ടില്ലേ മുഖം ഇങ്ങനെ വീർപ്പിച്ചിരിക്കും. എന്തൊക്കെ സൗഭാഗ്യങ്ങളുണ്ടെങ്കിലും സമൃദ്ധി ഉണ്ടെങ്കിലും ചിലർക്ക് അവർ ആഗ്രഹിക്കുന്ന കാര്യം കിട്ടിയില്ലെങ്കിൽ എപ്പോഴും മുഖത്തൊരു പ്രസാദവും കാണില്ല, മുഖം തെളിഞ്ഞിരിക്കുകയേ ചെയ്യില്ല. ചിലർക്ക് അതേസമയത്ത് ഒന്നുമില്ല എങ്കിൽ കൂടെയും ഒരു സമൃദ്ധിയുമില്ല എങ്കിൽ കൂടെയും എല്ലായ്പ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കാൻ സാധിക്കുന്ന ഒരുപാട് പേരുണ്ട്. മനസ്സിലായി? അത് എന്തുകൊണ്ടാണ്? ഉള്ളിലെ നിഷ്കളങ്കത കൊണ്ടാണ്. ഉള്ളിൽ കളങ്കമില്ലെങ്കിൽ മുഖത്ത് ചിരി വരും, തേജസ് ഉണ്ടാകുന്നു. മനസ്സിലായി? ഇത് ഇവിടെ അങ്ങനെയല്ല, മുഖം വീർത്തിരിക്കുകയാണ് ചെയ്യുന്നത്. കാരണം എന്തോ ഒന്ന് ആഗ്രഹിച്ചോ അത് കിട്ടുന്നില്ല. എന്നാൽ ചിന്തിക്കേണ്ടത് എന്താണ്? എനിക്ക് മറ്റൊരുപാട് കാര്യങ്ങൾ ദൈവം തന്നിട്ടുണ്ടല്ലോ, എനിക്ക് മറ്റൊരുപാട് കാര്യങ്ങൾ എനിക്ക് ദൈവം തന്നിട്ടുണ്ട്. ഇനി ഒന്ന് കിട്ടിയില്ല എന്ന് കരുതിക്കൊണ്ട് ഞാൻ ഇത്രമാത്രം വിഷമിക്കേണ്ട കാര്യമില്ല, ഇത്രമാത്രം പരാതിപ്പെടേണ്ട കാര്യമില്ല, ഇത്രമാത്രം ആരോടും വിഷമിച്ച് സംസാരിക്കേണ്ട കാര്യവുമില്ല, ലോ എനർജിയിലിരിക്കേണ്ട കാര്യമില്ല. അതാണ് നമുക്കിവിടെ പറയാൻ പറ്റുന്നത്. ലോ എനർജിയിലിരിക്കുകയാണ് ഇവിടെ. ഇല്ല, നമുക്ക് ആരോടെങ്കിലും വൈരാഗ്യമുണ്ടെങ്കിലോ ശത്രുതയുണ്ടെങ്കിലോ ഒക്കെ എന്താണ് സംഭവിക്കുന്നത്? അവർക്കൊന്നും സംഭവിക്കില്ല. നമുക്കാണ് സംഭവിക്കാൻ പോകുന്നത്, നിങ്ങൾക്കാണ് സംഭവിക്കാൻ പോകുന്നത്. നിങ്ങളുടെ എനർജി വൈബ്രേഷൻ ലോ ആകുന്നു. മനസ്സിലായി? അതുവഴി നിങ്ങൾക്ക് വരാനുള്ള അഭിവൃദ്ധി വരാതെ പോകും. നിങ്ങളിലേക്ക് വരാനുള്ള ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് അവിടെ തടയപ്പെടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് എല്ലായ്പ്പോഴും വളരെയധികം പോസിറ്റീവായിട്ടുള്ള എനർജിയിൽ ഇരിക്കാൻ സാധിക്കണം. എന്ത് കിട്ടിയാലും ദൈവത്തിന് നന്ദി, യൂണിവേഴ്സ് താങ്ക് യു യൂണിവേഴ്സ് എന്ന് പറയാനുള്ള മനസ്സുണ്ടാവണം. നിരാശ എപ്പോഴും നല്ലതല്ല. അപ്പോൾ സന്തോഷിക്കാൻ ശ്രമിക്കുക. ഉള്ള കാര്യങ്ങൾ ഇവിടെ ഇത്രയൊക്കെ കാര്യങ്ങളുണ്ട്, എന്നിട്ട് പോലും കിട്ടാത്തതിനെ ഓർത്തിട്ടാണ് വിഷമം. അങ്ങനെ പാടില്ല. നിങ്ങൾക്കുള്ളതിനെ ഓർത്ത് എല്ലായ്പ്പോഴും നന്ദി പറയാം, സന്തോഷിച്ചിരിക്കാം. ക്ഷേത്രങ്ങളിലൊക്കെ പോയാലും പരാതി പറയാൻ പാടില്ല. തന്നതിനൊക്കെയും നന്ദി ദൈവമേ, ഇതാണ് പറയേണ്ടത്. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ വേണം നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ 7 ഓഫ് സോഡിന്റെ എനർജിയാണ്. നിങ്ങളിലേക്ക് വളരെയധികം പ്രശസ്തിയും പണവും ഒക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും മറ്റ് മോഷ്ടാക്കൾ നിങ്ങളോടൊപ്പം അടുത്തുകൂടും. അതായത് ഒരു ചീറ്റിങ്ങിന്റെ എനർജിയാണ്. ആരെങ്കിലും നിങ്ങളുടെ കൂടെ നടക്കുന്നവർ, ഒരുപാട് സ്നേഹമുണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുന്ന ആൾക്കാർ തന്നെ നിങ്ങളെ ചീറ്റ് ചെയ്തിട്ട് പോകാം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ കളങ്കമില്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ അവരോട് തുറന്നു പറയും. അടുത്ത് കൂടിയിട്ടുള്ളവരോട്, ഒരുപാട് സ്നേഹം കാണിച്ചു വരുന്നവരോട് എല്ലാ കാര്യങ്ങളും അങ്ങനെ തുറന്നു പറയാൻ പാടില്ല. മനസ്സിലായി? അവർ അല്പമെങ്കിലും നെഗറ്റീവ് എനർജി ഇങ്ങോട്ട് പാസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കാര്യം പോക്കായി. മനസ്സിലായി? അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കണം. കൂടെ നടക്കുന്നവരോട് എല്ലാ കാര്യങ്ങളും, വരുമാന മാർഗങ്ങൾ പ്രത്യേകിച്ചും പറയാൻ പാടില്ല. നിങ്ങളൊരു സക്സസിലേക്ക് പോകുന്നു എന്നുള്ള കാര്യം നിങ്ങളുടെ മനസ്സിൽ ഇരിക്കുക, ദൈവത്തിന് നന്ദി പറയുക. അല്ലാതെ കൂടെയുള്ളവരോടൊന്നും ഇതെല്ലാം തുറന്നു പറയേണ്ട യാതൊരു ആവശ്യവുമില്ല. അവിടെ നിങ്ങൾ ചീറ്റ് ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. ആർക്കെങ്കിലും മൊബൈൽ ഫോൺ കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒന്നും ഇടപെടരുത്. സാമ്പത്തികം ചോദിക്കുമ്പോൾ കടം കൊടുക്കുക, ഇതൊന്നും വേണ്ട. വളരെയധികം ആലോചിച്ച് സൂക്ഷിച്ച് പെരുമാറുക. അങ്ങനെ സൂക്ഷിച്ചാൽ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ദുഃഖിക്കേണ്ടി വരില്ല. അതാണ് ഇവിടെ പറയുന്നത്. നമുക്ക് നോക്കാവേ. ഇവിടെ വന്നിരിക്കുന്നത് കണ്ടീഷനിങ് ആണ്. കണ്ട, സ്റ്റക്കായിട്ടിരിക്കുകയാണ് പല കാര്യങ്ങളിലും. സ്റ്റക്കാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സ്വാതന്ത്ര്യം അനുഭവിക്കാൻ കഴിയുന്നില്ല. ഇവിടെ ചങ്ങലക്കിട്ട് വെച്ചിരിക്കുകയാണ് കയ്യും കാലും. അപ്പൊ ഈ ഒരു സ്വാതന്ത്ര്യം അനുഭവിക്കാത്ത ജീവിതം എന്തിനാണ്? സ്വാതന്ത്ര്യം തന്നെ അമൃതം, പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകമെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞതുപോലെ ഇവിടെ ഈ ഒരു പാരതന്ത്ര്യമായ ഈ ഒരു അവസ്ഥ, കയ്യും കാലും എല്ലാം കൂടെ ചങ്ങലക്കിട്ട് വെച്ചിരിക്കുന്ന ഈ ഒരു അവസ്ഥയിൽ ആർക്കും കഴിയാൻ പറ്റില്ല, സന്തോഷം അനുഭവിക്കാൻ പറ്റില്ല. ഈ ഒരു അവസ്ഥയിൽ നിന്നും നിങ്ങൾ വെളിയിലേക്ക് വരേണ്ടത് അത്യാവശ്യ കാര്യമാണ്. നിങ്ങളെ തന്നെ നിങ്ങൾ പൂട്ടിക്കെട്ടുന്ന അവസ്ഥയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ അവിടെ നിന്ന് വെളിയിലേക്ക് കടക്കണം. മറ്റുള്ളവരുടെ താളത്തിനൊത്ത് തുള്ളാനുള്ള ഒരു പാവയല്ല നിങ്ങളെന്ന് ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം.
മനസ്സിലായോ? അപ്പോൾ നിങ്ങളുടെ വികാരങ്ങളുടെ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിത വിജയത്തിന്റെ താക്കോലൊക്കെ മറ്റുള്ളവരെ ഏൽപ്പിക്കാൻ പാടില്ല. നിങ്ങൾക്ക് സ്വന്തം സ്വയം ഒരു വ്യക്തിത്വം ഉണ്ടാവണം. സ്വന്തമായുള്ള ഒരു വ്യക്തിത്വം കീപ്പ് ചെയ്യാൻ നിങ്ങളെ കൊണ്ട് എല്ലായ്പ്പോഴും കഴിയണം. കഴിയുന്നത് മറ്റുള്ളവരുടെ സഹായം അഭ്യർത്ഥിക്കാതെ തന്നെ ജീവിക്കാനും ശ്രമിക്കുക. മനസ്സിലായോ? അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് അവർ പറയുന്നത് കൂടി കേൾക്കേണ്ട അവസ്ഥ വരുന്നത്. ഇനി അതുമല്ല എങ്കിൽ കൂടെയും വളരെയധികം ഇവിടെ ശ്രദ്ധിക്കേണ്ടതാണ്. മറ്റു പല തെറ്റുകൾ ചെയ്യാനും നിങ്ങൾ പ്രേരിക്കപ്പെടും. നിങ്ങൾ പ്രേരിതരാവുന്നു. കണ്ടില്ലേ? നിങ്ങളെ തെറ്റുകളിലേക്ക് നയിക്കാൻ ഏതെങ്കിലുമൊക്കെ നെഗറ്റീവ് എനർജി കൂടെ ഉണ്ടാവുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതുകൊണ്ട് അത് വേണ്ട. നിങ്ങൾ സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന ഒരവസ്ഥയിലേക്ക് നീങ്ങൂ. വേണ്ടാത്ത കാര്യങ്ങളെയൊക്കെ നിങ്ങൾ ഉപേക്ഷിക്കാൻ ശ്രമിക്കൂ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അബണ്ടൻസ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് അബണ്ടൻസ് വരുന്ന എനർജിയാണ്. സമൃദ്ധിയിലേക്ക് നിങ്ങൾക്കിവിടെ പോകാൻ കഴിയുന്ന ഇന്നത്തെ ദിവസം ഒരുപാട് കാര്യങ്ങളിൽ സന്തോഷവും സമാധാനവും ശാന്തിയും ഒക്കെ അനുഭവിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഈ ഒരു എനർജി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇത് ബാധകമാണ്. നിങ്ങൾക്കിവിടെ റെയിൻബോ കാണിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ചക്രാസ് ഇവിടെ ആക്റ്റീവ് ആകുന്നുണ്ടായിരിക്കാം. അങ്ങനെ വരുമ്പോഴാണ് അബണ്ടൻസ് നിങ്ങളിലേക്ക് വരുന്നത്. അബണ്ടൻസ് വരുമ്പോൾ എന്താണ്? നിങ്ങൾക്ക് ആരോഗ്യപരമായിട്ടും സാമ്പത്തികപരമായിട്ടും ഒക്കെ ഒരു ഉയർച്ച വരുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം ആർക്കെങ്കിലുമൊക്കെ സന്തോഷത്തിലിരിക്കാൻ കഴിയുന്നു. ദൈവികമായ അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു എന്നുള്ളതാണ് കാണുന്നത്. ഇവിടെ പാർട്ടിസിപ്പേഷനാണ്. നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ട കാര്യങ്ങളിൽ അങ്ങനെ തന്നെ പോകണം. അല്ലാതെ ഒറ്റയ്ക്കൊരു കാര്യം ഞാൻ നോക്കിക്കണ്ട് ചെയ്തോളാം എന്ന് വിചാരിക്കേണ്ട. ആരുടെയെങ്കിലും കൂടെ സഹായം വേണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് അവിടെ ചെയ്യാവുന്നതാണ്. മനസ്സിലായി? അവരെ വിശ്വസിക്കാൻ ശ്രമിക്കുക ആദ്യം. പിന്നെ സൂക്ഷിച്ചും ശ്രദ്ധിച്ചും ഒക്കെ വേണം മുന്നോട്ട് പോകാനും. പല കാര്യങ്ങളിൽ ഇടപെടുമ്പോൾ അല്ലെങ്കിൽ ഒരു പാർട്ട്ണർ നിങ്ങൾക്ക് വന്നു, ഏതെങ്കിലും ഒരു ജോലിക്കാര്യത്തിലാവാം അല്ലെങ്കിൽ ജീവിതത്തിലാകാം, അങ്ങനെ വന്ന് മുന്നോട്ട് സന്തോഷത്തോടു കൂടി പോകുമ്പോഴും വളരെയധികം ഒന്ന് ശ്രദ്ധിക്കുക. അങ്ങനെയാണെങ്കിൽ വളരെ നന്നായിരിക്കും. ഇനി നല്ലതുപോലെ അവരെ വിശ്വസിക്കുക കൂടി ചെയ്യുമ്പോൾ സ്നേഹം ഇരട്ടിച്ച് കിട്ടും. ആ വിശ്വാസം വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് നിങ്ങൾ നേടിയെടുക്കേണ്ടത്. ആ വിശ്വാസമാണ് നിങ്ങൾ ആദ്യം നേടിയെടുക്കേണ്ടത്. അവരാദ്യം എങ്ങനെയുള്ളവരാണെന്ന് വളരെയധികം നിരീക്ഷിച്ച് പഠിക്കേണ്ട ആവശ്യം നിങ്ങൾക്കുള്ളതാണ്. അങ്ങനെ വന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ഏത് കാര്യത്തിൽ വേണമെങ്കിലും പോയാൽ നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ അബണ്ടൻസിലേക്ക് നീങ്ങാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ ബോട്ടം വന്നിരിക്കുന്നത് റിബലാണ്. നിങ്ങളുടെ ഉള്ളിൽ ഒരു റിബലുണ്ട്. നിങ്ങളുടെ ഉള്ളിൽ ഒരു കഴിവുണ്ട്. ആ ഒരു കഴിവ് എന്താണോ, എന്തിനെ എതിർത്ത് സംസാരിക്കാൻ, എതിർത്ത് തോൽപ്പിക്കാൻ പറ്റിയ ഒരു വില്ലാളി വീരൻ നിങ്ങളുടെ ഉള്ളിലുണ്ട്. മനസ്സിലായോ? അപ്പൊ ആ ഒരു ശക്തി ആദ്യം പുറത്തെടുക്കുക. അല്ലാതെ ഞാൻ വെറും ഭീരുവാണ്, എന്നെ കൊണ്ട് ഇത് പറ്റില്ല, എന്നെ കൊണ്ട് വയ്യ എന്നൊക്കെ ഉള്ള ഒരു അഭിപ്രായത്തിൽ അങ്ങനെ ഇരിക്കുക, അല്ലെങ്കിൽ മടിപിടിച്ചിരിക്കുക, അങ്ങനെയൊക്കെയുള്ള സ്വഭാവമുണ്ടെങ്കിൽ അതിന് മാറ്റം വരുത്തേണ്ട സമയമായിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ്. ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മടി വിചാരിക്കല്ലേ. പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.